ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരിലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വചനം 282. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദയൻതു ബിദൈനി ഇലാ അജലിൻ മുസമ്മൻ ഫക്തബൂ വൽയക്തബു ബൈനകും കാതിബും ബിൽ അദൽ വലാ യഹ്ബ കാതിബും അൻ യക്തബ കമാ അല്ലമല്ലാഹ് ഫല്യക്തബ് വലിയുമിലില്ലദീന അലൈഹില്ലക് വല്യത്തഖില്ലാഹ റബ്ബുഹു വലാ യുബ്അസ മിൻഹും സയ്യാ ഫഇൻ കാനല്ലദീന അലൈഹില്ലക് സഫിയൻ ഔ ലൈഫൻ ഔ ലാ യസ്തതിഉ അൻ യുമില്ലൻ വഫലിയുമില്ലിൽ വലിയു بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فارجلوا وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى ولا يهب الشهداء إذا ما دعوا ولا تشأموا أن تكتبوا صغيرا أو كبيرا إلى أجله ذلك أقسط عند الله وقوم لشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم وليس عليكم جناح ألا تكتبوها وأشهدوا إذا تباهتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. സത്യവിശ്വാസികളെ, ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം വല്ല കടമിടപാടും നടത്തിയാൽ നിങ്ങളത് എഴുതി വെക്കേണ്ടതാണ്. ഒരെഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതിയോടെ അത് രേഖപ്പെടുത്തട്ടെ. ഒരെഴുത്തുകാരനും അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം എഴുതാൻ വിസമ്മതിക്കരുത്. അവനത് എഴുതുകയും കടബാധ്യതയുള്ളവൻ എഴുതേണ്ട വാചകം പറഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ. എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ, അവൻ സൂക്ഷിക്കുകയും ബാധ്യതയിൽ അവൻ യാതൊന്നും കുറവ് വരുത്താതിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി കടബാധ്യതയുള്ളവൻ വിവേകമില്ലാത്തവനോ പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവനോ ആണെങ്കിൽ അയാളുടെ രക്ഷാധികാരി അയാൾക്ക് വേണ്ടി നീതിപൂർവം വാചകം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നിങ്ങളിൽപ്പെട്ട 2 പുരുഷന്മാരെ നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുക. ഇനി ഇരുവരും പുരുഷന്മാർ ആയില്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് 2 സ്ത്രീകളും 1 പുരുഷനുമായാലും മതി. ഒരുവൾക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾ അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, തെളിവ് നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ സാക്ഷികൾ വിസമ്മതിക്കരുത്. ഇടപാട് ചെറുതായാലും വലുതായാലും അതിൻ്റെ അവധി കാണിച്ച് അത് രേഖപ്പെടുത്തി വെക്കാൻ നിങ്ങൾ മടിക്കരുത്. അതാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും നീതിപൂർവമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾക്ക് സംശയം ജനിക്കാതിരിക്കാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളതും. എന്നാൽ നിങ്ങൾ അന്യോന്യം റൊക്കമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവട ഇടപാടുകൾ ഇതിൽ നിന്നൊഴിവാകുന്നു.
അതെഴുതി വെക്കാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ നിങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ സാക്ഷി നിർത്തേണ്ടതാണ്. ഒരു എഴുത്തുകാരനോ സാക്ഷിയോ ദ്രോഹിക്കപ്പെടാൻ പാടില്ല. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ധിക്കാരമാകുന്നു. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാകുന്നു. അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു.